അപ്പം അങ്ങനെ പാട്ടുകാരിയാവാൻ ആഗ്രഹമില്ലാതിരുന്ന ഒരാൾ ഇന്ന് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇതൊരു 15 വർഷത്തിൽ അല്ലെ അതെ ആകുന്നു. എങ്ങനെ നോക്കി കാണുന്നു ആ ഒരു സമയങ്ങൾ? ഐ എം എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ജേർണി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു ജേർണി അല്ല ഇത്. ഇങ്ങനെയൊക്കെ ആകും എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഒരു വളരെ സ്മോൾ ടൗണിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ആനക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് അവിടെ ഒരു പാട്ട് കട പോലും അന്ന് വലിയ കാര്യമായിട്ടില്ല. അന്ന് CD ഒന്നുമല്ല, കാസറ്റ്സ് ആണ്. അതിൻ്റെ കടകളൊക്കെ തന്നെ ഒരെണ്ണമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ അമ്മയും ഞാനും കൂടെ ബസ്സിൽ കയറി വലിഞ്ഞ് തൂങ്ങി പാലായിലെത്തി. അവിടെ നിന്ന് ഈ നമ്മൾ ഒരു കാസറ്റ് കൊണ്ടുപോയി അവിടുത്തെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇത് റെക്കോർഡ് ചെയ്ത് മേടിച്ച് ഇങ്ങനെയൊക്കെ വന്ന് ആ പാട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അത്രയും കുഞ്ഞൊരു ടൗണിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. ടൗൺ എന്ന് പോലും പറയാൻ പറ്റില്ല, വില്ലേജ്, പ്രോപ്പർ വില്ലേജ് എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി കുറച്ചും കൂടെ ടൗൺ, ആനക്കല്ല് കുറച്ചും കൂടെ കുഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. എനിക്ക് എപ്പോഴും തിരിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള, ഫൈനലി നമ്മൾ ഹോം എന്ന് ഫീൽ ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സുപ്രഭാതത്തിൽ റിയാലിറ്റി ഷോയിൽ മത്സരിക്കുക, അതും ഇവിടെ അറിയുമോന്ന് അറിയില്ല, ഞാൻ കൈരളിയിലാണ് സെക്കൻഡ് റണ്ണറായിരുന്നു. അറിയാതിരിക്കോ? കാരണം നമ്മള് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും നമ്മൾ ഒരാളിലേക്ക് എത്തുമ്പോ എന്തായാലും എനിക്കറിയാം കൈരളിയിലായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ 11th എന്തോ പഠിക്കുക, 12th പഠിക്കുമ്പോൾ മറ്റൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. 2 crore ആപ്പിൾ മെഗാ സ്റ്റാർസ് മറ്റൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. പിന്നെയാണ് സ്റ്റാർ സിംഗർ വരുന്നത്. അതാണ് ടേണിംഗ് പോയിന്റ്. അതെ അതെ, അഞ്ജു ജോസഫ് എന്ന് പറയുന്ന ഒരു ഗായികയെ നമ്മൾ അല്ലെ മലയാളികളിലേക്ക് എത്തിക്കുന്നത് റിയാലിറ്റി ഷോ. എനിക്ക് എന്നിലെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതും ആ റിയാലിറ്റി ഷോ ആണ്. അതുവരെ നമുക്ക് അത്ര വലിയ തൊലിക്കട്ടിയൊന്നും ഇല്ല. നമ്മൾ ഭയങ്കര ഞാനൊന്നും ഒട്ടും സംസാരിക്കുന്ന ആളായിരുന്നില്ല. അപ്പം അവിടെ നിന്ന് ആ വ്യത്യാസം വരുത്തിയത് നമ്മുടെ പാട്ടുകളിലെ തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. ആദ്യമൊക്കെ നമുക്ക് തിരിച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്തായിരിക്കും നിൽക്കുക. ഇല്ല, എൻ്റെ പാട്ട് സൂപ്പറാണല്ലോ എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ ജഡ്ജസ് എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ആയിരിക്കും തോന്നുന്നത്. പിന്നെ നമ്മൾ കേട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ നമ്മൾ തിരുത്തേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷേ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊന്നും ജീവിതത്തിൽ അന്ന് വിചാരിച്ചിട്ടേ ഇല്ല ലോകം മൊത്തം കറങ്ങി നടന്ന് പാടാൻ പറ്റും, ആൾക്കാർ നമ്മളെ പാടാൻ വിളിക്കും. പിന്നെ ഇത്രയും സ്നേഹം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടൊരു 15 കൊല്ലത്തിന് മുകളിലായി. ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ അഞ്ജു റിയാലിറ്റി ഷോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം റിയാലിറ്റി ഷോ എന്ന് പറയുന്നതിനെ പലതരത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കതറിയാം. എങ്കിൽ കൂടി ആ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ, അതിൻ്റെതായ ഒരു പ്രഷർ നിങ്ങൾക്കുണ്ടാവും. കാരണം മാർക്ക്, കോസ്റ്റ്യൂംസ് അല്ലെ, അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇങ്ങനത്തെ ഷോകൾ അവരെ ഒരു മോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവ് സൈഡ് ഉണ്ടാവുമല്ലോ? 2 സൈഡും ഉണ്ട് ഇതിനകത്ത്. കാരണം ചിലര് നമ്മൾ കണ്ടിട്ടേ ഇല്ല, വിൻ ചെയ്ത പലരും ഇപ്പം നിങ്ങളുടെ ഇപ്പം പറഞ്ഞ റിയാലിറ്റി ഷോകളിൽ തന്നെ വിൻ ചെയ്ത പലരെയും ഇന്ന് നമുക്ക് കാണാനേ പറ്റും. നിങ്ങളെ പോലെ കുറച്ച് പേരായിരിക്കും മുന്നിലേക്ക് എത്തിപ്പെടുക. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരു ലക്ക് ഒരു മേജർ ഫാക്ടറാണ്. ഇപ്പോൾ എന്നെക്കാട്ടിലും അതിഭീകരമായിട്ട് പാടുന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്നവരുണ്ടാവുമായിരിക്കാം. അതൊരു ഫാക്ട് തന്നെയാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ലക്ക് ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. റിയാലിറ്റി ഷോയിൽ മത്സരിച്ചിരുന്ന സമയത്ത് എനിക്ക് എന്നെ ഇപ്പോൾ ഒരു അവസരം തന്നിട്ട് എന്നെ ഇച്ചിരി റീവൈൻഡ് അടിച്ചിട്ട് യങ്ങർ സെൽഫിനോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ കൊന്നാലും ഞാൻ പോവില്ല. കാരണം അത്രയും ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ. അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞു ചിരിക്കുന്ന കാര്യം, ആ റിയാലിറ്റി ഷോയിൽ സ്റ്റാർ സിംഗറിൽ ഏറ്റവും കൂടുതൽ തവണ എലിമിനേഷനിൽ നിന്ന ആളാണ് ഞാൻ. 9 തവണ ഞാൻ നിന്നിട്ടുണ്ട്. ഓരോ സമയത്ത് ഒരു പ്രഷറാ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളല്ലായിരുന്നു അന്നത്തെ പ്രായത്തിൽ. അത് ടൂ മച്ച് ആയിരുന്നു. ഞാൻ ഇപ്പൊ ഓർക്കും. ഇപ്പൊ ഞാനും ശ്രീനാഥേട്ടനും ഭയങ്കര കൂട്ടാ. അപ്പൊ ഞാൻ ശ്രീനാഥേട്ടൻ പറയും, എങ്ങനെയാണാവോ നമ്മളൊക്കെ അന്നക്കാലത്ത് ഈ പ്രഷറും അനുഭവിച്ച് നിന്നതെന്ന് നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സംഭവങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പഠിച്ചു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേത് നമ്മൾ ആ സ്റ്റുഡിയോൻ്റെ 4 ചുവരിനകത്ത് നിന്നിട്ടാണ് നമ്മൾ പാടുന്നത്. നമ്മൾ റിയൽ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നില്ല. ഇത് നമുക്കുള്ളൊരു പ്രിപ്പറേഷനാണ്. അതായത് നമ്മൾ മറ്റേ തീയെ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് വിടുമ്പോൾ റിയാലിറ്റി സാധനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ
പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് ക്വിക്കായിട്ട് കിട്ടുന്ന ഒരു ഫെയിമാണ്. അതെ, അത് തലയിൽ കയറിയാൽ പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം എന്താ ഇപ്പോഴും ഫീൽഡിൽ ഇല്ലാത്തവർ അങ്ങനെ കയറിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു മേജർ പ്രശ്നം തന്നെയാണ്. അത് പല ഫെല്ലോ കണ്ടസ്റ്റൻസ് എന്ന് ഞാൻ പറയത്തില്ല, കാരണം അവരുമായിട്ട് നമ്മൾ ഷോസ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. പിന്നീട് വന്നിരിക്കുന്നതിൽ കുറേ നമ്മൾ ഓർക്കാറുണ്ട്, ദൈവമേ ഇത്രയും കുഞ്ഞിലെ ഈ പിള്ളേർക്ക് ഈ ഫെയിം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ് എന്നുള്ളൊരു സാധനം ഉണ്ട്. എങ്ങനെ സംസാരിക്കണം, അവരുടെ ആ ചൈൽഡ്ഹുഡ് അങ്ങ് പോകുവാണല്ലോ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു 18 വയസ്സിലാണ് റിയാലിറ്റി ഷോയിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനും ശ്രീനാഥേട്ടനും ഒക്കെ 18-19 വയസ്സിലായിരിക്കും റിയാലിറ്റി ഷോയിൽ വന്നത്. അപ്പോൾ തീരെ കുഞ്ഞു മക്കൾ വരുമ്പോൾ എപ്പോഴും നമ്മുടെ തലയിൽ കൂടെ പറയുമ്പോൾ ഇവരുടെ ചൈൽഡ്ഹുഡ് പോവുകയാണല്ലോ, ഇവർ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണല്ലോ ഇത്, ദേ ഷുഡ് എൻജോയ് ലൈഫ്. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. അല്ല, ആ തോന്നല് വളരെ സത്യമാണെന്ന്, കാരണം അഞ്ജു തന്നെ തൊട്ട് മുന്നേ പറഞ്ഞു അത് റീവൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ റിയാലിറ്റി ഷോയിൽ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പം എത്രത്തോളമാണ് അതില്ലേ നമുക്കത് പ്രഷർ ദേ ഗോ ത്രൂ. അതെ.